Hello my dear students, welcome to EduZone, the commerce platform. EduZone, the commerce platformയിലേക്ക് +1 ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1ലെ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്ററായിരുന്നു. അതിലെ 3 വീഡിയോസ് നമ്മൾ കഴിഞ്ഞു. നമ്മുടെ 4ാമത്തെ പാർട്ട് വീഡിയോ എന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത് ബിസിനസ് റിസ്ക് ആണ്. ബിസിനസ്സിൻ്റെ നഷ്ടസാധ്യതകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ നഷ്ടസാധ്യത പറഞ്ഞാൽ? റിസ്ക് മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടത്തിനുള്ള സാധ്യതയാണ്. ബിസിനസ്സിൽ എങ്ങനെ നഷ്ടം വരിക? ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ മൂലം ഉദ്ദേശിച്ച ലാഭം കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനോ ഉള്ള ഒരു സാധ്യതയാണ് നഷ്ടസാധ്യത, ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ചിലപ്പം അറിഞ്ഞുകൊണ്ട് പ്രതീക്ഷിക്കാം നമുക്കിന്ന് നഷ്ടം വരുമെന്ന്. ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ബിസിനസ്സിലെ ലാഭം ഇല്ലാതിരിക്കുകയോ നഷ്ടം സംഭവിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് ക്ലാസിഫൈഡ് ഇൻടു 2: സ്പെക്കുലേറ്റീവ് റിസ്ക് ആൻഡ് പ്യുവർ റിസ്ക്. സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് ഇൻവോൾവ്സ് ബോത്ത് ചാൻസസ് ഫോർ എ ഗെയിൻ ഓർ ലോസ്. അതായത് ഊഹാധിഷ്ഠിത, സ്പെക്കുലേറ്റീവ് എന്നാൽ ഊഹാധിഷ്ഠിത നഷ്ടസാധ്യതയിൽ ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ട്. എങ്ങനെയത്? ചിലപ്പോൾ ചില പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും, ചിലപ്പോൾ ഡിമാൻഡ് കൂടും, സപ്ലൈ കുറയും, സപ്ലൈ കൂടും. ആ ഒരു സമയത്ത് ചിലപ്പോൾ ലാഭമാവാം, ചിലപ്പോൾ നഷ്ടമാവാം. ആണ് സ്പെക്കുലേറ്റീവ് റിസ്ക്. അതേസമയം ശുദ്ധമായ റിസ്ക്, നഷ്ടസാധ്യത, പ്യുവർ റിസ്ക് എന്ന് പറയുന്നത് ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ ഈവൻ നോ ലോസ്. അതായത് നഷ്ടസാധ്യതയോ ഒട്ടും നഷ്ടമില്ലായ്മയോ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ ബിസിനസ് ഒന്നുകിൽ കത്തി അല്ലെങ്കിൽ കളവ് പോയി, അത് മിക്കവാറും ഫുള്ള് നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നഷ്ടം തന്നെ ഉണ്ടാവില്ല. അതാണ് ശുദ്ധ നഷ്ടസാധ്യത അല്ലെങ്കിൽ പ്യുവർ റിസ്ക്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് നഷ്ടസാധ്യതകളുടെ സ്വഭാവം ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ, ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റി. ശരിയാണല്ലേ? എങ്ങനെയാണ് ബിസിനസ് റിസ്ക് ഉണ്ടാവുന്നത്? അനിശ്ചിതത്വങ്ങളിൽ നിന്നുയരുന്നതാണ് അല്ലേ? ഉറപ്പുണ്ടോ? ഇല്ല. ബൈ അൺസർട്ടനിറ്റി വി ലാക്ക് ഓഫ് നോളജ് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദി ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള അറിവിൻ്റെ അഭാവത്തിൽ സംഭവിക്കുന്നതാണ് അനിശ്ചിതത്വം അല്ലേ? കാരണം ഭാവിയിൽ നാളെ ഇപ്പോൾ എന്ത് സംഭവിക്കും നമുക്കിന്ന് അറിയില്ല. അപ്പം നാളെ ഭയങ്കര നഷ്ടത്തിനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ഇന്നറിയാതെ നമുക്ക് പെട്ടെന്ന് അനിശ്ചിതമായിട്ട് വരുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം റിസ്കിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റി. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് റിസ്ക് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. ഏത് ബിസിനസ്സിൻ്റെ നഷ്ടസാധ്യതകൾ അനിവാര്യമായൊരു ഭാഗമാണ്. നഷ്ടമില്ലാത്തൊരു ബിസിനസ്സില്ല. അതൊരു ബിസിനസ്സിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്, ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് റിസ്ക്. റിസ്ക് ഈസ് ഇൻഹെറൻറ്റ് ഇൻ എവറി ബിസിനസ്. ഓക്കെ, ദെൻ തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതായത് നഷ്ടസാധ്യതകളുടെ തോത് പ്രധാനമായും ബിസിനസ്സിൻ്റെ സ്വഭാവത്തെയും വലിപ്പത്തെയും ആശ്രയിച്ചിരിക്കും. ശരിയാണ് അല്ലേ? വലിയൊരു ബിസിനസ്സാണെങ്കിൽ നഷ്ടം നന്നായിട്ട് ഏൽക്കും ചെയ്യും അല്ലേ? നമ്മൾ പറയും ഉയരത്തിൽ നിന്ന് വീഴുമ്പോഴാണ് വീഴ്ചയുടെ ആഘാതം കൂടുക എന്ന് പറയും. എന്താ അങ്ങനെ പറഞ്ഞാൽ? അത്ര ഉയരം കൂടുമ്പോൾ വേദന നന്നായിട്ട് നമുക്ക് പരിക്ക് പറ്റും. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം ക്യാപിറ്റൽ ഇറക്കിയ വലിയ ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ നഷ്ടം കൂടും. അപ്പോൾ ബിസിനസ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് നഷ്ടത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ പറ്റുക, അളവ് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അതായത് ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ് അപ്പോൺ മെയിൻലി ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്.
പിന്നെ പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റീവിൽ പറഞ്ഞൊരു കാര്യമാണ്, പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. ലാഭം നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നതിനുള്ള ഒരു പ്രതിഫലമാണ്. നമ്മൾ എടുക്കുന്ന ഈ നഷ്ടസാധ്യതയ്ക്ക് നമുക്ക് കിട്ടുന്ന റിവാർഡ്, പ്രതിഫലം എന്താണ്? ലാഭമാണ്. അതൊരു ഫീച്ചറായിട്ട് എഴുതാം. ഓക്കെ, ഈ 4 പോയിൻറ്റുകളും പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്ന ക്വസ്റ്റ്യനാണ്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് നഷ്ടസാധ്യതയ്ക്ക് കാരണം, എങ്ങനെയൊക്കെയാണ് നഷ്ടം വരുന്നത്, ഏതൊക്കെ കാരണം കൊണ്ടാണ് ബിസിനസ്സിന് നഷ്ടം വരുന്നത് നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. നാച്ചുറൽ കോസ്, പ്രകൃതിദത്ത കാരണം നമുക്കറിയാം. ഇപ്പോൾ നിപ്പ, വെള്ളപ്പൊക്കം ഇതൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ബിസിനസ് ഡള്ളായിട്ടുണ്ട് അല്ലേ. വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഇടിമിന്നൽ, ഭക്ഷ്യക്ഷാമം ഇവയൊക്കെ മൂലം ബിസിനസ്സിന് നഷ്ടസാധ്യത ഉണ്ടാകാം. ഒന്നാമത്തെ കാരണം നാച്ചുറൽ കോസ്, എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതൂലേ. സെക്കൻഡ് കോസ് ഹ്യൂമൺ കോസ്, മാനുഷിക കാരണങ്ങൾ. മനുഷ്യൻ്റെ കാരണത്താൽ എങ്ങനെ നഷ്ടം വരിക, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പറയാം. സത്യസന്ധതയില്ലായ്മ, അതായത് തൊഴിലാളികൾ എന്തെങ്കിലും കളവ് നടത്തുക, അല്ലെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാതിരിക്കുക, പിന്നെ അവർക്ക് എന്തെങ്കിലും അശ്രദ്ധ മൂലം വല്ല മെഷീനറിക്ക് കംപ്ലൈൻറ്റ് വരിക, ഗുഡ്സ് പ്രൊഡക്ഷൻ ഡിമ്മാവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കലാപം മൂലം, പിന്നെ ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ചിലപ്പം കറണ്ട് ഇല്ലാതാവുക, അങ്ങനത്തെ സന്ദർഭത്തിൽ ബിസിനസ്സിന് നഷ്ടം വരും. ഇതാണ് ഹ്യൂമൺ കോസ്, മാനുഷിക കാരണങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് കോസ്, സാമ്പത്തിക കാരണം. എങ്ങനെ സാമ്പത്തിക കാരണം പറയുന്നത്? അതായത് സാധനങ്ങൾക്ക് പിന്നെ ഡിമാൻഡ് കുറയാം, അതായത് ചില ഗുഡ്സിന് ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടുതലായ കാരണത്താൽ, അല്ലെങ്കിൽ നമ്മൾ മുമ്പൊക്കെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനായിരുന്നു കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സാധനം ആർക്കും വേണ്ടല്ലേ, ഇപ്പോൾ എല്ലാവർക്കും എന്ത് മതി, കമ്പ്യൂട്ടർ ലെവലിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടെക്നോളജിയിലുള്ള മാറ്റം ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് എക്കണോമിക് കോസ് എന്ന് പറയുന്നത്, സാമ്പത്തിക കാരണങ്ങളിൽ പെടുന്നത്. ലാസ്റ്റ് കോസ് പറഞ്ഞാൽ മറ്റു കാരണങ്ങൾ, അതർ കോസസ് ആണ്. അതർ കോസസിൽ വരുന്നതാണ് പിന്നെ അൺഫോർസീൻ ഇവൻറ്റ്സ് ലൈക്ക് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, മെക്കാനിക്കൽ ഫെയിലിയർ സച്ച് ആസ് ബേസ്റ്റിംഗ് ഓഫ് ബോയിലർ. അതായത് രാഷ്ട്രീയ അനിശ്ചിതത്വം, ഓരോ ഭരണം മാറുന്നതിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. പിന്നെ മെഷീനറി എന്തെങ്കിലും പൊട്ടിത്തെറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. പിന്നെ നമ്മൾ പ്രൈസ് സ്റ്റെബിലൈസേഷൻ, അതിൽ നമ്മുടെ നാട്ടിലെ കറൻസിയുടെ രൂപയുടെ മൂല്യം കുറഞ്ഞ് കൂടുതൽ, അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. ഇതൊക്കെയാണ് അതർ കോസസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു കോസസ് ഓഫ് ബിസിനസ് റിസ്ക്? ഫസ്റ്റ് വൺ നാച്ചുറൽ കോസ്, പ്രകൃതിദത്ത കാരണം. സെക്കൻഡ് ഹ്യൂമൺ കോസ്, മാനുഷിക കാരണം മൂലം. ദെൻ എക്കണോമിക് കോസ്, സാമ്പത്തിക കാരണം. ലാസ്റ്റ് അതർ കോസ്, മറ്റു കാരണങ്ങളൊക്കെ. ഓക്കെ, ഇനി കോസസ് ഓഫ് റിസ്ക് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അറിഞ്ഞാൽ മതിയോ, ഈ നഷ്ടസാധ്യതകൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. മെത്തേഡ്സ് ഓഫ് ഡീലിംഗ് വിത്ത് റിസ്ക് ഡീൽ ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഡിസൈഡ് നോട്ട് ടു എൻ്റർ ഇൻ ടു റിസ്കി ബിസിനസ്. എന്തങ്ങനെ പറഞ്ഞാൽ കൂടുതൽ അപകട സാധ്യതയുള്ള ബിസിനസ്സൊന്നും ഏർപ്പെടാതിരിക്കുക അല്ലേ. അങ്ങനത്തെ റിസ്ക് ഉണ്ട്, അവിടേക്ക് നമുക്ക് പോകണ്ടാറില്ലേ, അങ്ങനെ നോക്കുക. സെക്കൻഡ് പോയിൻ്റ്, ടേക്ക് പ്രിക്കോഷണറി മെഷേഴ്സ് ലൈക്ക് ഇൻസ്റ്റാളിങ് ദി ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസ് ടു റെഡ്യൂസ് റിസ്ക്. അതായത് അപകട സാധ്യത കുറയ്ക്കുന്ന അഗ്നിശമന ഉപകരണങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. അപ്പം ഫയർ മൂലം തീപിടുത്തം മൂലമുള്ളിടത്തൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ഇൻഷുറൻസ് പോളിസി ഓൺ ദ എൻ്റർപ്രൈസസ് അസറ്റ്. അതായത് നഷ്ടസാധ്യതകൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുന്നതിന് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക. അതായത് അങ്ങനെയൊക്കെ നഷ്ടം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ നഷ്ടം ഇൻഷുറൻസ് കമ്പനി തരും അല്ലേ. നെക്സ്റ്റ് പോയിൻ്റ് പറഞ്ഞത് മേക്ക് പ്രൊവിഷൻ ഇൻ ദ കറൻറ്റ് ഏർണിങ്സ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എക്സെട്ര. അതായത്
കിട്ടാക്കടങ്ങൾക്കെതിരെ നടപ്പു സാധ്യതയിൽ സമ്പാദ്യത്തിൽ നീക്കിയിരുപ്പ് നടത്തുക. അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അതൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിലൂടെ പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഭാവിയിൽ കിട്ടാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരു കടം കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് കിട്ടൂല. അപ്പോൾ ആ കടം മാറ്റി വെക്കാനും വേണ്ടി ലാഭത്തിൽ നിന്ന് തന്നെ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം എടുത്തു വെക്കുക. അപ്പോൾ അത് നമ്മുടെ അത്രയ്ക്ക് നമ്മളെ ബാധിക്കില്ല. അതൊരു കൺട്രോളിങ് ഒരു ഡീലിംഗ് മെത്തേഡാണ്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഷെയർ റിസ്ക് വിത്ത് അതർ എൻ്റർപ്രൈസസ്. അതായത് മറ്റു എൻ്റർപ്രൈസസുമായിട്ട് ഒരുമിച്ച്, അതായത് നമ്മൾ പറയൂലേ സന്തോഷം നമ്മൾ പങ്കിട്ടാൽ ഇരട്ടിക്കും, സങ്കടം നമ്മൾ ഒരാളോട് പറഞ്ഞാൽ നമ്മുടെ സങ്കടം പകുതിയാവും, അത് നമുക്ക് കുറയും എന്ന് പറയാം. അതുപോലെ നമ്മുടെ നഷ്ടം മറ്റൊരാളെ കൂടെ പങ്കുവെക്കാൻ നോക്കുക. രണ്ട് ബിസിനസ്സുമായിട്ട് ജോയിൻ ചെയ്താൽ നഷ്ടത്തിൻ്റെ സാധ്യത അളവ് കുറച്ച് കുറഞ്ഞു കിട്ടും. ഓക്കെ, അതാണ് 5th പോയിൻ്റ്. അപ്പം മെത്തേഡ്സ് ഓഫ് ഡീലിംഗ് വിത്ത് റിസ്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത് ഡിസൈഡ് നോട്ട് ടു എൻ്റർ ഇൻ ടു റിസ്കി ബിസിനസ്, ടേക്ക് പ്രിക്കോഷണറി മെഷേഴ്സ് ലൈക്ക് ഇൻസ്റ്റാളിംഗ് ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസ്, ദെൻ ടേക്ക് ഇൻഷുറൻസ് പോളിസി ഓൺ ദി എൻ്റർപ്രൈസസ് അസെറ്റ്, ദെൻ മേക്ക് പ്രൊവിഷൻ ഇൻ ദ കറൻറ്റ് ഏണിങ്സ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ദെൻ ഷെയർ റിസ്ക് വിത്ത് അതർ എൻ്റർപ്രൈസ്. ഇതൊക്കെയാണ് റിസ്ക് ഡീൽ ചെയ്യുന്ന മെത്തേഡുകൾ. ഓക്കെ, ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഹൈലൈറ്റ് ടോപ്പിക്ക് എന്ന് പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്സേ രൂപത്തിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ഭാഗമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ടോപ്പിക്കിൻ്റെ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് എ ബിസിനസ്, അതായത് ബേസിക് ഫാക്ടേഴ്സ് കൺസിഡർ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടറുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ചിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ തരം തിരഞ്ഞെടുക്കണം. ഏത് തരം ബിസിനസ്സാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന് ആദ്യം നോക്കണം. സംരംഭകർ ആദ്യമായി നിശ്ചയിക്കേണ്ടത് ബിസിനസ്സിൻ്റെ സ്വഭാവവും തരവുമാണ്. ഓക്കെ, സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് എന്താണ്, സൈസ് ഓഫ് ദി ഫേം. എത്ര വലുപ്പമുള്ള ബിസിനസ് വേണം, സ്ഥാപനത്തിൻ്റെ വലുപ്പവും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തിയും. അതായത് വലുപ്പം കൂടുന്നതിനനുസരിച്ച് റിസ്ക് കൂടും, അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം തുടങ്ങാൻ. സൈസ് ഓഫ് ദി ഫേം. തേർഡ് പോയിൻ്റ്, ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. ഉടമസ്ഥതയുടെ രൂപം തിരഞ്ഞെടുക്കണം. അതായത് ഒറ്റയ്ക്കുള്ള ഒരാൾ സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ് വേണോ, അല്ല ഷെയർ രൂപത്തിൽ പാർട്ട്ണർഷിപ്പാക്കി നടത്തണോ, അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്കണോ. അതായത് നമ്മളെ കയ്യിൽ ക്യാഷ് കുറവാണ്, അപ്പം പുറത്തുനിന്ന് ആളുകളുടെ അടുത്തു നിന്നൊക്കെ ഒരുപാട് ഷെയറൊക്കെ വാങ്ങിയിട്ട് നടത്തണോ, ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കി നടത്തണോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവിനെ കൂട്ടിയൊരു പാർട്ട്ണർഷിപ്പാക്കി നടത്തണോ. ഇനി ആരും വേണ്ട, സ്വന്തമായിട്ട് ഞാൻ നടത്തിയ ലാഭം സ്വന്തമായിട്ട് എനിക്ക് തന്നെ വാങ്ങാമെന്നുള്ള നിലക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആക്കണോ എന്നൊക്കെ നോക്കണം. അതാണ് ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. ഉടമസ്ഥതയുടെ രൂപം തിരഞ്ഞെടുക്കണം. ഇനി ഉടമസ്ഥനൊക്കെ നോക്കി, ഇനി അടുത്ത എന്താണ്, ലൊക്കേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. അത് നമ്മൾ പ്രത്യേകം നോക്കണം അല്ലേ. ബിസിനസ്സിൻ്റെ സ്ഥാനം നോക്കണം, എവിടെയാണെന്ന്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് തീരുമാനിക്കൽ പ്രധാനമാണ് അല്ലേ. എന്തുകൊണ്ടാണ്, നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, വെള്ളം കിട്ടുന്ന സ്ഥലമാണോ, റോഡ് വഴിയുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റി സൗകര്യമുണ്ടോ, ഇപ്പം നമ്മളൊന്നുകൂടി നോക്കും റേഞ്ച് ഉണ്ടോയെന്ന് അല്ലേ. അപ്പോൾ അതുപോലെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കും. അതിന് പുറമെ എംപ്ലോയീസിന് കിട്ടുന്ന സ്ഥലമാണോ, റോ മെറ്റീരിയൽ എത്തിക്കാൻ പറ്റുന്ന സ്ഥലമാണോ, ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ കൂടെ നോക്കും. ഇതെല്ലാം നോക്കണം. അതായത് ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ് എൻ്റർപ്രൈസ്, ബിസിനസ് സംരംഭത്തിൻ്റെ സ്ഥാനം നോക്കണം. അടുത്ത പോയിൻ്റ്, ഫിനാൻസിങ് ദി പ്രൊപ്പോസിഷൻ. ബിസിനസ് നിർദ്ദേശങ്ങൾക്കുള്ള ധനസഹായം. അതായത് ബിസിനസ്സിന് മെറ്റീരിയൽ വാങ്ങാനും മെഷീനറി, ഫിക്സഡ് അസറ്റുകൾ, ലാൻഡ് ആൻഡ് മെഷീനറി ഒക്കെ വാങ്ങാനും എല്ലാത്തിനും ക്യാഷ് വേണം. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അതായത് സ്ഥാപനത്തിലെ ഏറ്റവും ഉചിതമായി ഉപയോഗപ്പെടുത്താൻ സമ്പത്ത്, ക്യാഷ് നിർണ്ണയിക്കാൻ ശരിയായ സാമ്പത്തിക ആസൂത്രണം ആവശ്യമാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്
ഫിസിക്കൽ ഫെസിലിറ്റിയാണ്, ഭൗതിക സൗകര്യങ്ങളാണ്. അതായത് മെഷീനറി, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ അതിനനുബന്ധ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സൗകര്യമായിട്ട് ഉണ്ടോ എന്നും അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഫിസിക്കൽ ഫെസിലിറ്റി നോക്കണം. അടുത്തത് പ്ലാന്റ് ലേഔട്ട്. മെഷീനറിയൊക്കെ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അവിടുത്തെ മെഷീനറികളൊക്കെ ഓരോ പാർട്സുകൾ, ഓരോ മെഷീനറി, ഓരോ കാര്യങ്ങളും കറക്റ്റ് പ്ലേസിൽ റെഡിയാക്കി വെക്കണം. അതായത് പ്ലാന്റ് അതിൻ്റെ ആ സ്ഥലം എവിടെയാണ്, അത് അത്രയും നല്ല സൗകര്യമുള്ള അതിൻ്റെ മെഷീനറികൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ നോക്കൽ അത്യാവശ്യമാണ്. അതിൻ്റെ യന്ത്ര സാമഗ്രികൾ, ഉപകരണങ്ങളൊക്കെ കറക്റ്റായിട്ട് റെഡിയാക്കി വെക്കണം. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് കോമ്പണൻസ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. കഴിവും ആത്മാർത്ഥതയുമുള്ള തൊഴിൽ ശക്തി. അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എക്സ്പേർട്ടായിട്ടുള്ള തൊഴിലാളികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള തൊഴിലാളികളെ കിട്ടുമോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ശരിയായ വ്യക്തികളെ ശരിയായ ജോലിക്ക് നിയോഗിക്കുന്നതിനെ ആസ്പദമാക്കിയാണ് ഒരു സംഘടനയുടെ വിജയം, അല്ലേ? കറക്റ്റ് ടൈമിൽ കറക്റ്റ് എംപ്ലോയീസിനെ നമ്മൾ നിയമിച്ചാലേ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. കാരണം ഉഴപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് അങ്ങനെ പ്രൊഡക്ഷനൊക്കെ ഡള്ളായി കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ടാക്സ് പ്ലാനിങ്, നികുതി ആസൂത്രണം. അതായത് നമ്മൾ ടാക്സ് കൊടുക്കരുതെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നികുതി നമ്മൾ എന്തായാലും കൊടുക്കൽ നിർബന്ധമാണ്, ടാക്സ്. പക്ഷേ അത് കൊടുക്കുന്നത് കുറയുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രവൃത്തി. അത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പിന്നെ അതിന് അത്രയും നഷ്ടസാധ്യത, അതായത് ടാക്സ് നമ്മൾ ബിസിനസ്സിൽ നിന്ന് കൊടുക്കുകയാണ്, അല്ലേ? ബിസിനസ്സിൻ്റെ വലിപ്പം, അതിൻ്റെ സ്വഭാവം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞത് ടാക്സ് പ്ലാനിങ്. ടാക്സ് കൊടുക്കൽ കുറഞ്ഞ ടാക്സ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബിസിനസ്സിൻ്റെ പ്ലാനിങ്. ഈ കാര്യങ്ങളൊക്കെ, ഈ ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ, കൺസിഡർ ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ലോഞ്ചിങ് ദി എൻ്റർപ്രൈസ്, സംരംഭം തുടങ്ങാം, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മേൽ സൂചിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ച് തീരുമാനമെടുത്തതിന് ശേഷം ബിസിനസ്മാന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഏതൊക്കെയായിരുന്നു പോയിൻ്റ്? സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്, സൈസ് ഓഫ് ദി ഫേം, ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, പിന്നെ ലൊക്കേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്, ഫിനാൻസിങ് ദി പ്രൊപ്പോസിഷൻ, ദെൻ ഫിസിക്കൽ ഫെസിലിറ്റി, planned layout, components and committed workforce, then tax planning, last one launching the enterprise, സംരംഭം സമാരംഭിക്കൽ, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ലോഞ്ചിങ് ദി എൻ്റർപ്രൈസ്. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡറിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഒരു എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് നന്നായിട്ട് പഠിക്കുക എല്ലാവരും. പിന്നെ നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.